ഗൈസ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ IFT ന്യൂസ് മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്വിറ്റർ ഹാൻഡിലാണ്. അവരുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു ത്രെഡാണ്. ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിലയബിൾ ആയിട്ടുള്ള സോഴ്സ് തന്നെയാണ് അവർ. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു വിഷയം സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു എൻഡ് ഓഫ് ദി സീസണിൽ ഫുൾ ഒരു റീവാമ്പിന് ഒരുങ്ങുന്നു എന്നുള്ളൊരു കാര്യമാണ്. പ്ലേയേഴ്സിൻ്റെയും സ്റ്റാഫിൻ്റെയും എല്ലാ കാര്യത്തിലാണെങ്കിലും ഒരു ചേഞ്ച് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ ഇതിൽ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഡീഷയിൽ നിന്ന് ചില കോച്ചിങ് സ്റ്റാഫ് എക്സ്പെക്റ്റ് ചെയ്യാമെന്നുള്ള തരത്തിലൊക്കെയുള്ള സംഭവങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യമാണ് നമ്മൾ ഇന്ന് കുറച്ച് മുമ്പ് ചെയ്തിട്ടുള്ളൊരു വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ് കോച്ചുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു ഒരു കോച്ചിന് ഒരു നല്ല സാധ്യത ഉണ്ട്. അതല്ലാണ്ട് ഈ പറഞ്ഞ ISL മുമ്പ് എക്സ്പീരിയൻസ് ആയിട്ട് ഇപ്പോൾ ഓസെ മെലിനിയോ, ഹബാസോ മറ്റ് ആരുടെ കാര്യത്തിലും എനിക്ക് അത്രയും ഒരു ഇതില്ല. എങ്കിൽ പോലും ഈ പറഞ്ഞ ഒഡീഷയുടെ കാര്യം പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റാത്തൊരു കാര്യമാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയാലോ, അതിന് ഞാൻ എടുത്ത് പറയുന്നില്ല. അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഖിൽ ഇനി പറഞ്ഞ പോലെ ഓപ്പറേഷൻസ് കാര്യങ്ങളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ജോലികളിൽ നിന്ന് ഏതാണ്ട് പൂർണ്ണമായിട്ടൊക്കെ ഒഴിവായി പോകാനുള്ളൊരു സാഹചര്യത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അഭിക് ചാറ്റർജി ഈ ഒരു കാര്യത്തിലേക്ക് വരും എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പോൾ CEO എന്ന് പറയുന്നൊരു പോസ്റ്റിലേക്ക് അഭിക് ചാറ്റർജിയെ കൊണ്ടുവരുന്നത്. സോ അദ്ദേഹം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്, കാരണം അടുത്ത സീസണിലേക്ക് വരുമ്പോഴായിരിക്കും ഒരു കംപ്ലീറ്റ് കൺട്രോളൊക്കെ കിട്ടുന്നത്. വായ്ത്താളമൊക്കെ ഈ സീസണിൽ തുടങ്ങിയെങ്കിലും അടുത്ത സീസണിൽ അതെങ്ങനെ വർക്കൗട്ട് ചെയ്ത് വരുന്നു എന്നുള്ളത് കണ്ടറിയാം. പറഞ്ഞല്ലോ കുറച്ച് കൺസേൺസ് ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ നമ്മളെപ്പോഴും പറഞ്ഞ പോലെ ക്ലബിനൊരു പോസിറ്റീവായിട്ടുള്ള രീതിയിലേക്ക് നയിക്കുന്ന ഒരാളാകുക എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടല്ലോ, ആ പ്രതീക്ഷ വെക്കാന്നല്ലാണ്ട് വേറെ ഒന്നും തന്നെ ഇല്ല. പിന്നെ കുറച്ചധികം പ്ലേയേഴ്സിൻ്റെ ഓഫ് ലോഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിലിപ്പം ഹോമിപ്പാം, സന്ദീപ്, സച്ചിൻ സുരേഷ്, മിലോസ് പെപ്രനോവ, ഇഷാൻ, ലൂണ തുടങ്ങിയിട്ടുള്ള താരങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു ഓഫ് ലോഡ് ചെയ്യപ്പെടാനുള്ള സാധ്യത. ഇപ്പം ഓഫ് ലോഡ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇവരൊക്കെ ഓഫ് ലോഡ് ചെയ്യപ്പെട്ടാലും ഏത് കോച്ചാണ് വരുന്നത്, ആ കോച്ചിന് അനുയോജ്യരായിട്ടുള്ള താരങ്ങളെ എത്തിക്കുക എന്ന് പറയുന്നൊരു ഫാക്ടറുണ്ട്. അപ്പം ഓഫ് ലോഡിങ് നമുക്ക് ഈസിലി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പം ജനുവരിയിലാണെങ്കിൽ ഒരുപാട് ഓഫ് ലോഡിങ് നടന്നിട്ടുണ്ട്. അതനുസരിച്ചിട്ടുള്ള ഇൻകമിങ്സ് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് സംശയമാണ്. അപ്പം അതാണ് ഇപ്പോൾ ലൂണ പോയെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ടുള്ള റീപ്ലേസ്മെൻറ്റ് കൊണ്ടുവരിക, ടീമിന് കോച്ചിനും അനിവാര്യമായിട്ടുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരിക. നോവയുടെ കാര്യത്തിൽ അങ്ങനെയാണ്, ഏത് പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലാണ് അങ്ങനെയാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രീ സീസൺ ഏർലി സ്റ്റേജിൽ തന്നെ തുടങ്ങുമെന്നുള്ളതാണ് പറയുന്നത്. ജൂലൈയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലേക്ക്. സോ അത് നല്ല കാര്യമാണ്, കാരണം നേരത്തെ പ്രീ സീസൺ തുടങ്ങുക എന്നുള്ളത്. പക്ഷേ എനിക്കൊന്ന് ഈ സീസണിലും അത്യാവശ്യം നേരത്തെ പ്രീ സീസൺ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പ്രീ സീസൺ മാത്രം നേരത്തെ തുടങ്ങിയിട്ട് കാര്യമില്ല. മെജോറിറ്റി ഓഫ് ദി പ്ലേയേഴ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഈ പ്രീ സീസണിൻ്റെ ആദ്യം ഘട്ടം മുതലേ ഉണ്ടാകുക, 6 to 8 വീക്സ് ടീമിനോടൊപ്പം ഉണ്ടാകുക എന്ന് പറയുന്ന ഒരു ഫാക്ടറുണ്ട്. ആ കാര്യത്തിൽ കൂടി ശ്രദ്ധിക്കണം. അല്ലാണ്ട് ഉള്ള കുറച്ച് പ്ലേയേഴ്സിനെ വെച്ചിട്ട് ഇത്തവണയൊക്കെ തുടങ്ങിയ പോലെ പ്രീ സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് അറിയാമല്ലോ. അപ്പം അത് തന്നെ ആയിരിക്കും ഫലം എന്നുള്ളതാണ്. അതുപോലെ തന്നെ കരോളിസിൻ്റെ കാര്യവും അതുപോലെ തങ്ബോയ് സിംഗ്തോടെ കാര്യവും ഇത് ഒന്നും സ്റ്റിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അത് തങ്ബോയ് വരുമെന്നുള്ള ചില റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കരോളിസ് പോകുമെന്നുള്ള തരത്തിലും റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തങ്ബോയ് വന്നു, അദ്ദേഹം മുമ്പ് നമ്മുടെ ക്ലബ്ബിൽ ടെക്നിക്കൽ ഡയറക്ടർ എന്ന നിലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഹൈദരാബാദിൽ ആ റോൾ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഇന്ത്യൻ റിക്രൂട്ട്മെൻറ്റ്സിൻ്റെ കാര്യത്തിൽ, ഇന്ത്യൻ ടാലൻസിനെ പിക്ക് ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം ഒരു ടോപ്പ് നോച്ച് തന്നെയാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം അങ്ങനെ ഒരു ഇന്ത്യൻ അസിസ്റ്റൻറ്റ് ഇന്ത്യൻ ഒരു ടെക്നിക്കൽ ഇത് ചെയ്യുന്ന ഒരു ആളെന്ന നിലയിലുണ്ടെങ്കിൽ അത് നല്ല ബെനിഫിറ്റ് തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ഹൈദരാബാദിൽ ഒരുപാട് മലയാളി പ്ലേയേഴ്സുമായിട്ടൊക്കെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അത്രമേൽ മലയാളി പ്ലേയേഴ്സൊക്കെ ഉണ്ടായിരുന്നുള്ള നമുക്കറിയാം. അപ്പം ഈ പറഞ്ഞാൽ കേരളത്തിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസും ഉണ്ട്, ഒരു ലോങ് എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് ആസ് എ കോച്ച് എന്ന നിലയിലൊക്കെ ഉണ്ട്. അപ്പം അത് നല്ലത് തന്നെയാണ്. പക്ഷേ ഒരു ഫോറിൻ റിക്രൂട്ട്മെൻറ്റ്സിലേക്ക് വരുമ്പോഴും അത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. 6 വിദേശ താരങ്ങളും ടോപ്പ് ക്വാളിറ്റി ഫോറിനേഴ്സ് ആകുക എന്ന് പറയുന്നൊരു ഫാക്ടർ ഉണ്ടല്ലോ. അപ്പം നമ്മുടെ ഒരു ബഡ്ജറ്റൊക്കെ വെച്ചിട്ട് അതനുസരിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന അങ്ങനെ ഒരു ഇതും കൂടെ വേണം. അപ്പം എനിക്ക് തോന്നുന്നു സ്പോർട്ടിംഗ് ഡയറക്ടറുടെ കാര്യത്തിൽ ഇന്ത്യൻ റിക്രൂട്ട്മെൻറ്റ്സിൻ്റെ കാര്യത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഫോറിൻ റിക്രൂട്ട്മെൻറ്റ് കാര്യത്തിൽ ടോപ്പ് നോച്ച് എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, കാരണം എല്ലാവരും അങ്ങനെ പറയാറുണ്ട്. പക്ഷേ നല്ല ടോപ്പ് നോച്ച് സൈനിങ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എല്ലാം ടോപ്പ് നോച്ച് അല്ല. അതൊരു 50-50 സാധ്യതകളാണ് എപ്പോഴും സംഭവിക്കാറുള്ളത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മന്ദത്തമാനെ എന്ന് പറഞ്ഞിട്ടുള്ള BFCയുടെ CEO ആയിരുന്ന ആളെയാണ് നോർത്ത് ഈസ്റ്റ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ അദ്ദേഹമാണ് പലാദീൻ ആചാര്യാണെങ്കിലും അതുപോലെ ഗുല്ലോമോ ആണെങ്കിലും പല നല്ല അവരുടെ വിദേശ താരങ്ങളെയൊക്കെ കൊണ്ടുവന്നു. അവർക്ക് പറഞ്ഞൊരു വിദേശ സ്പോർട്ടിംഗ് ഡയറക്ടറൊന്നുമില്ല. അപ്പോൾ ആ CEO ആണ് ആ ഡ്യൂട്ടി എടുക്കുന്നത്. അപ്പം കരോളിസ് പോകുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അഭിക് ചാറ്റർജി ആയിരിക്കും ആ ദൗത്യം ഏറ്റെടുക്കുക. അദ്ദേഹം ആ ഒരു നിലയിൽ വർക്ക് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉണ്ടോ, അതിൽ അദ്ദേഹം വർക്കൗട്ട് ആകുമോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളും നമുക്ക്
അവിടെ ഒരു കൺസേൺ ആയിട്ട് വെക്കാവുന്നതാണ്. സോ അങ്ങനെയൊക്കെയാണ് അടുത്ത സീസണിലേക്ക് വരുമ്പോൾ ഉള്ള കാര്യങ്ങൾ എന്നുള്ളതാണ്. ദാറ്റ്സ് ഇറ്റ് കേസ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ, പ്രതീക്ഷകൾ? അങ്ങനെയാണല്ലോ, ഒരു സീസൺ കഴിയുമ്പോൾ അടുത്ത സീസണിലുള്ള പ്രതീക്ഷകളും അല്ലെങ്കിൽ കുറേ വാർത്തകൾ വരും, ഇങ്ങനെയൊക്കെയുള്ളതൊക്കെയാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് ഉറപ്പായിട്ടൊന്ന് കമ്പോസ് ചെയ്യുക. സൈനിങ് ഓഫ്.